ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ്. ആദ്യമായിട്ട് ഞാൻ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിപത്രി ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ഒരു സ്പൂൺ ഓയിലും ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഒരു 15 മിനിറ്റ്സ് കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഒരു 2-3 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളക്, ഒരു അരമുറി നാരങ്ങ. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 2 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. പിന്നെ ഉള്ളത് പെരിഞ്ജീരകം, പിന്നെ ഒരു 3 ഏലക്ക ചതച്ചിട്ടുള്ളതാണ്. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഒരു ജാതിപത്രി, 2-3 കുറച്ച് കുരുമുളക്. പിന്നെ എടുത്തിട്ടുള്ളത് പുതിനയിലയും മല്ലിയിലയാണ്. ഇത് കുറച്ച് ചിക്കനാണ്. അത് ഒരു 1/2 കിലോ തികച്ചില്ല. ഞാനൊരു 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് തൈര്, നല്ല കട്ട തൈര്, അധികം പുളിയില്ലാത്ത തൈര്. പിന്നെ ഒരു തക്കാളി. പിന്നെ ഇത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി വെച്ചിട്ടുള്ളതാണ്. അത് നമുക്കൊരു കളറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, റൈസിന് കുറച്ച് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് എണ്ണ. പിന്നെ മസാലകളായിട്ടുള്ളത് മുളക് പൊടി, മല്ലിപ്പൊടി. ഞാനൊരു 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മുടെ ഗരം മസാല. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഗ്രേവിക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഈ പട്ടയും ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. ആദ്യം പട്ടയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇത് എല്ലാം ഒരുമിച്ച് തന്നെ ഇടാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടും. ഒത്തിരി ചൂടാക്കി എണ്ണ ആദ്യം നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുത്തിടരുത്. ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ചെറിയതായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഈ മസാലകളെല്ലാം ഇട്ട് കൊടുക്കണം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി നന്നായിട്ടൊന്ന് വരണം. ഇനി നമുക്കതിലേക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഉള്ളിയുടെ. അപ്പോഴേ തന്നെ ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയുടെ കളർ ചെറുതായിട്ട് മാറി വരുമ്പോൾ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ച മണമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ഒരുവിധം നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മസാലകളൊക്കെ പിന്നെ ഇടത്തുള്ളൂ. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ പിന്നെ ഇടുകയുള്ളൂ. ആദ്യം ഇത് ചിക്കൻ അതിലിട്ട് ചിക്കനിൽ നമ്മൾ ആദ്യം ഇട്ട പട്ടയുടെയും ഏലക്കയുടെയൊക്കെ ആ ഒരു ഫ്ലേവറും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ ആ ഒരു ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഇതിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നിറമൊക്കെ മാറി ഒന്ന് ഇതായി വരണം ചിക്കൻ്റെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ചിക്കൻ്റെ കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ തന്നെ കിടന്നൊന്ന് നല്ലപോലെ വഴണ്ട് ഒന്ന് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ആ തക്കാളി ഒന്ന് അതിൽ കിടന്ന് വഴണ്ട് വരണം. നല്ലപോലെ വഴണ്ട് അതൊന്ന് ഉടഞ്ഞ് വരണം തക്കാളി. ഇപ്പോൾ നന്നായിട്ട് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട് തക്കാളി. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആദ്യമേ ഇടുന്നത് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇനി ഞാനൊരു അരമുറി നാരങ്ങയുടെ നീര് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുകയാണേ. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അതൊന്ന് വെന്ത് കിട്ടും. ഓൾറെഡി വെന്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞ് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കും. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമ്മൾ അടച്ചു വെച്ച് വേവിക്കും. ഇപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ഒഴിക്കുകയാണ്. ഒരു 2 സ്പൂൺ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം. ഞാൻ ഇടയ്ക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ പറ്റിയിട്ടില്ല. വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒത്തിരി ഗ്രേവി ആയിട്ട് എടുക്കുന്നില്ല. നന്നായിട്ട് കുറുകിയിരിക്കണം. ഒരുപാട് വെള്ളം ഇല്ലാതെ കുറുകിയിരിക്കണം. ഈ ഒരു ഇതിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചോറ് ലെയർ ചെയ്യാൻ പോവാണ്. ആദ്യം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് വെന്തിട്ടുള്ള ചോറ് തന്നെയാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു ചൂടിങ്ങനെ കയറിയാൽ മാത്രം മതി. ഞാൻ ഫസ്റ്റ് ലെയർ ചോറ് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഒരു ലെയർ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ഫുൾ ഇതും ഞാൻ അതിൽ തന്നെ ഇടുന്നുണ്ട്. ഇനി അതിന് മുകളിൽ നമുക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കുറച്ച് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. നെയ്യിലാണ് വറുത്തിട്ടുള്ളത്. നെയ്യിൽ വറുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതെല്ലാം നെയ്യിൽ തന്നെയാണ് വറുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയറായിട്ട് നമ്മൾ ചോറിടുകയാണ്.
മൊത്തം ചോറ് നമ്മൾ ഇതിൻ്റെ ലെയറായിട്ട് ഇട്ടുകൊണ്ട് ഇപ്പോൾ ഒരു 3 ലെയർ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിയും കാഷ്യൂ ഒക്കെ വറുത്തില്ലേ, ആ നെയ്യാണ് നമ്മൾ ഒരു 2 സ്പൂണ് ഈ ചോറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഈ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും ഒക്കെ അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഈ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി വെച്ചിട്ടുള്ളത് കുറച്ച് അവിടെ എവിടെയായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് എല്ലായിടത്തും കളറാവാതിരിക്കാൻ, കുറച്ച് ചോറിൽ മാത്രം കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കളറൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അങ്ങനെ കളറൊന്നും യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി തന്നെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളത് ഒരു മൂടി വെച്ച് അടച്ചിട്ട് കുറച്ച് വെയിറ്റിന് വേണ്ടിയാണ് ഈ വെള്ളം വെച്ചിട്ടുള്ളത്. വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ്സ് വെച്ചിട്ടുള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളതാണ്. ചെറുതായിട്ടൊന്ന് ചൂട് കയറ്റിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കുക്കായതുകൊണ്ട് ഒത്തിരി നേരം വെച്ചിട്ടില്ല. ചെറുതായിട്ട് എൻ്റെ ഒരു ആവി കയറി വന്നിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഒരു അടിപൊളി നമുക്കൊരു നല്ലൊരു ചിക്കൻ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.